ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊന്ന് എറണാകുളം വരെ പോവാണ്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെയിൻസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ കുറച്ച് നാളായി ഇപ്പം ചെയിൻസൊക്കെ കാണിച്ചിട്ട് പുതിയ മോഡലൊക്കെ കാണിച്ചിട്ട് കുറേ നാളായി. കാരണം നമ്മുടെ സ്റ്റോക്ക് തീർന്നിരിക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല, എക്സാം ആയതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയും കൂടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വെക്കേഷനായിട്ട് നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു. പുതിയ സ്റ്റോക്കൊക്കെ എടുത്ത് കൊണ്ടുവന്ന് അതൊക്കെ കാണിച്ചിട്ട് തുടങ്ങാൻ വിചാരിച്ചു. പിന്നെ നമ്മൾ ഇടയ്ക്ക് സ്റ്റോക്കൊക്കെ നമ്മൾ ഓൺലൈനായിട്ടാണ് പർച്ചേസ് ചെയ്യാറുള്ളത്. അതിപ്പോൾ മുംബൈയിൽ നിന്നൊക്കെയാണ് പർച്ചേസ് ചെയ്യാറുള്ളത്. പക്ഷേ നമ്മൾ ഇന്ന് വിചാരിച്ചു നമ്മൾ നേരിട്ട് പോയിട്ട് പർച്ചേസ് ചെയ്യാമെന്ന്. നമ്മൾ എറണാകുളത്ത് പോയിട്ട് അവിടെ നിന്നാവും പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമ്മൾ പോകണം ഗൈസ്. ഞാനുണ്ട്, മമ്മയുണ്ട്, പിന്നെ നമ്മുടെ ഞങ്ങളുടെ ബിസിനസ് പാർട്ട്നേഴ്സ് ഞാൻ, മമ്മ, ജിതാൻഡി, സ്മിതച്ചനാണ് ബിസിനസ് പാർട്ട്നേഴ്സ്. പക്ഷേ സ്മിതച്ചില്ല കേട്ടാ, സ്മിതച്ചൻ ഇല്ല. ജിതാൻഡി, ഞാനും, മമ്മിയും, പിന്നെ അമ്മ ചേച്ചിയും വല്യമ്മയും ഉണ്ട്. കാരണം എറണാകുളം പോവാണല്ലോ, അപ്പം വെറുതെ അവിടെ ഒന്ന് പോയി കറങ്ങിയിട്ട് വരാമല്ലോ, എന്തെങ്കിലും പോകല്ലോ. പിന്നെ അങ്ങനെ വിചാരിച്ചു. അപ്പം നമ്മൾ എവിടെ നിന്നാണ് നേരിട്ട് പോയി പർച്ചേസ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഓക്കെ, അപ്പം നമ്മൾ എറണാകുളത്ത് പോകണം. നമ്മൾ കാറിൽ പോയിട്ട് അവിടെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ നിന്ന് നമ്മൾ ട്രെയിനായിട്ടാ പോവാം. അല്ലെങ്കിൽ ഈ കാറിന്ന് വെച്ചിട്ട് എറണാകുളം എത്തില്ല. അല്ല, ബുദ്ധിമുട്ടിന്റെ കാര്യമില്ല പറഞ്ഞേ. കാറിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് ഒരു സൗണ്ട്. എന്റെ കാറിന് കുറ്റം പറയും, എന്റെ സുന്ദരി കാറിന്. മമ്മ നമ്മൾ BMW എടുക്കാനാണ് ഒരു കടലാസിൽ എഴുതിയിട്ട് കൊണ്ട് നോക്കിയിരിക്കണ്ട. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ എറണാകുളം പോവാണ്. ട്രെയിൻ 9:30 പറയുന്നത്. അപ്പത്തേക്ക് എത്താവും. ട്രെയിൻ 9:30 അപ്പോഴേക്ക് എത്തൊക്കെ ചെയ്യുമായിരിക്കും. ആർക്ക് മെസ്സേജ് വെച്ചിട്ടുണ്ടെന്ന് കണ്ടോ, കുരിശുണ്ടാക്കി ഞാൻ. അല്ല, രാജേട്ട് വന്നിട്ടാ ഇവരാണ് നമ്മുടെ കൂടെ ഉള്ളത്. നോക്കടാ അമ്മു ചേച്ചി. അങ്ങനെ നമ്മള് വന്ന് പാർക്ക് ചെയ്തിട്ടാ, വണ്ടി പാർക്ക് ചെയ്തു അവിടെ. നമ്മുടെ ട്രെയിൻ 9:30 അല്ലേ? 9 മണിക്കാണ്. പക്ഷെ 9 മണിയായി. അപ്പൊ ഇനി നമ്മള് ചെലപ്പം അപ്പൊ നമ്മൾ എന്തായാലും പോവാണ് ഗൈസ്. ഇങ്ങോട്ട് പോണം, അവര് ഫ്രണ്ടിൽ നടന്ന് പോണ്ട്. ഓക്കെ, ട്രെയിൻ കിട്ടുമോന്ന് അറിയില്ല ഗൈസ്. അല്ലെങ്കിൽ അടുത്ത ട്രെയിനിൽ പോകേണ്ടി വരും നമ്മള്. ഗൈസ്, മേഘം നോക്കിയാ നല്ല രസമല്ലേ മേഘങ്ങളെ. ഹൈ വെൽമമ്മി. ഇനി പാലം കടന്ന് അപ്പുറത്ത് എത്തണം. നമ്മൾ പെരുവഴിയായി. നമുക്ക് സീറ്റ് കിട്ടി ഗൈസ്. ഇല്ല, അപ്പോഴേക്ക് ടെമ്പററി സീറ്റ് കിട്ടി. ടെമ്പററി ഗൈസ്, ഇടപ്പള്ളി എത്തിയിട്ടുള്ളൂ. ഇനിയുണ്ട് കുറേ ഇല്ല, അടുത്ത സ്റ്റോപ്പായിരിക്കും. ഇടപ്പള്ളി എത്തിയിട്ടുള്ളൂ. അടുത്ത സ്റ്റോപ്പിൽ നമ്മൾ ഇറങ്ങും.
ഇറങ്ങോ. ഗൈസ് നമ്മളെത്തിട്ടോ, നമ്മളിറങ്ങൂട്ടോ ഇവിടെ. ഗൈസ് അങ്ങനെ നമ്മൾ എറണാകുളത്തെത്തി ഗൈസ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് എങ്ങോട്ട് പോകണം? ഇനി ഇവിടെ നിന്ന് എങ്ങോട്ടാ പോണേ? ഇനി ഓട്ടോറിക്ഷ വിളിച്ച് നമ്മൾ എങ്ങോട്ട് പോകും എന്ന് പറ. നമ്മള് പർച്ചേസിങ്ങിന് പോകും ഗൈസ്. എറണാകുളം ബ്രോഡ്വേയിലാണ് കേട്ടാ പോണത്, ബ്രോഡ്വേ. അപ്പോ അതെനിക്കറിയില്ല. അമ്മ ചത്തു. മമ്മയ്ക്ക് ഭയങ്കര വിഷമ. ഞാൻ ചെറുപ്പത്തിലെ മടിയിൽ ഇരുന്നിട്ടുള്ളൂ, പിന്നെ ഞാൻ മടി അറിയാം വിഷമം മാറിയപ്പോ. നമ്മള് ബ്രോഡ്വേയിലെത്തി. നമ്മളിവിടെ നമ്മള് ബ്രോഡ്വേയിൽ ഇറക്കി വിട്ടു ആ ചേട്ടൻ. അപ്പൊ ഒരു ഷോപ്പിൽ തന്നെയല്ല, അങ്ങനെ 1-2 ഷോപ്പുകളിൽ നിന്നാണ് പർച്ചേസ് ചെയ്തേക്കാം. അപ്പോൾ കാട്ടിത്തരാം. കഴിച്ച് ഇവിടെ നിറച്ച് പൂവ് നോക്ക്, നല്ല രസമുണ്ടല്ലേ. ഞാൻ ആദ്യമായിട്ടായിട്ടോ ഈ ഭാഗത്തേക്ക് കയറണേ. കഴിച്ച് അവര് എന്തിട്ട് പോകണം നോക്കി ഓടാണോ ചെയ്യാൻ? അത് പോയില്ലേ? അത് പോയതല്ല. ഗൈസ് അങ്ങനെ ഇവിടത്തെയും മൽപ്പിടുത്തം കഴിഞ്ഞു. മാല വാങ്ങിച്ചു. നമ്മൾ വെയില. നമ്മളിനി വീണ്ടും പോവാണ് ഗൈസ്, തിരിച്ചു പോകണം ഗൈസ്. നല്ല വിശപ്പുണ്ട്, എന്തെങ്കിലും കഴിക്കണം. അവരൊരു ഓടാണോ ചെയ്യണേ? ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. വിശന്നിട്ട് അവിടെ ജ്യൂസ് കിട്ടി ഗൈസ് ആ കടയിൽ നിന്ന്. ഫുഡ് കഴിക്കാനല്ലേ? അന്നദാനാണോ? ബിരിയാണി കഴിക്കാൻ വന്നിരിക്കുകയാണ്. നമുക്ക് വെറൈറ്റി കഴിക്കണം. പൊതി ബിരിയാണിയാണോ? വാവ്, ഫാന്റാസ്റ്റിക്. ഇതാണ് പൊതി ബിരിയാണി. അത് കഴിഞ്ഞപ്പോ തുണി പർച്ചേസ് ചെയ്യാൻ നിക്കാം. അതാണ് ഗൈസ് നമ്മൾ ബിരിയാണി കഴിച്ച കട. അവിടെ അതിന്റെ ഫ്രണ്ട് ഭാഗത്തായിട്ടാണ് കേട്ടോ ഡ്രസ്സിന്റെ എന്തത് ക്രിസ്മസിന് ഇറക്കിയിരുന്ന ഡ്രസ്സാന്ന് തോന്നുന്നു. മമ്മയ്ക്ക് ഡ്രസ്സ് കണ്ടപ്പോ അവിടെ ചാടി വീഴും മമ്മ. അങ്ങനെ സ്വഭാവ. എനിക്ക് വയ്യ, എനിക്ക് വയറുവേദന എടുക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ വീട്ടിൽ പോവാണ്. ഇവരുടെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു. ഡ്രസ്സ് പർച്ചേസ് ചെയ്തു. ജ്വല്ലറി പർച്ചേസ് ചെയ്യാനാണ് പോയത്, പക്ഷേ കിട്ടിയത് ഡ്രസ്സാണ്. ഞങ്ങൾക്ക് ലാഭം കണ്ടത് അതാണ്. പക്ഷെ എനിക്ക് വയറുവേദന എടുക്കുന്നുണ്ട്, നടുവേദന എടുക്കുന്നുണ്ട്. അതിനെനിക്ക് ഇവര് സംസാരിച്ച് നിൽക്കാവില്ല ഇവിടെ. ഞാൻ അവിടെ വയ്യാണ്ട് നിൽക്കുമ്പോ ഇവരവിടെ തുണി എടുത്ത് പിടിച്ച് ഇവിടെ വെച്ച് നോക്കി നിൽക്കാവില്ല.
അമ്മയില്ല ചിരിപ്പിക്കല്ലേ എനിക്ക് വയ്യ ഗൈസ് ഇവിടെ തിരക്കാണ് ഗൈസ് ടിക്കറ്റ് എടുക്കാൻ കണ്ടോ തിരക്ക് കണ്ടോ തിരക്കുണ്ടാവും നല്ല തിരക്കുണ്ടാവും ഗൈസ് ട്രെയിനിൽ നിന്ന് തൂങ്ങിപ്പോണ്ട വരും ടിക്കറ്റ് എടുക്കാൻ ഒരു വരിക ട്രെയിൻ കിട്ടില്ല ചിലപ്പോ അതാണ് ഓടണത് അങ്ങനെ ഗൈസ് നമ്മൾ തൃശ്ശൂർ വന്ന് ഇറങ്ങി നമ്മൾ കാറിൽ കയറി എൻ്റെ ഫോണിൻ്റെ ചാർജ് കഴിഞ്ഞായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പം എൻ്റെ ഫോൺ ഓഫായി എല്ലാവരും ക്ഷീണിച്ചിട്ടാണ് എത്തിയത് കണ്ടോ പോയവരുടെ കോലമാണ് കഷ്ടപ്പാടായിരുന്നു ഇപ്പം ഇവിടെ എത്തിയപ്പോൾ ഒരു സമാധാനം ഉണ്ട് രാവിലെ നിന്ന് തണുപ്പണ്ണേ അപ്പം ഇനി വീട്ടിലെത്തിയിട്ട് നമുക്ക് കാണാം ഇത്രേ ഉള്ളൂ ബൈ അങ്ങനെ നമ്മൾ വല്യമ്മച്ചിയുടെ വീട്ടിലെത്തി വല്യമ്മച്ചിയുടെ വീട്ടിലെത്തിപ്പെട്ടിരിക്കുകയാണ് നമ്മൾ അവിടെ വന്നിട്ട് മാല നോക്കാൻ നന്നായിട്ടുണ്ട് കുട്ടിയുടെ നമ്മുടെ കുഞ്ഞുസിന്റെ പരിപാടികളാണ് സ്റ്റിക്കർ വാങ്ങി കൂട്ടൽ ഇതേ വേറെ സ്റ്റിക്കേഴ്സ് കുട്ടിയുടെ ജേർണൽ ബുക്ക് കണ്ടോ വലുതാകുമ്പോ ഒരു വലിയ ജേർണലിസ്റ്റ് ആവും കാണിച്ചു തരാം കേട്ടോ ഞാൻ കുട്ടി സ്റ്റിക്കർ ഒട്ടിക്കണം എൻ്റെ മുഖത്തിരുന്ന് നല്ല രസമുണ്ട് കാണാൻ കുട്ടിയുടെ ജേർണലിംഗ് ബുക്ക് പിന്നെ നമ്മൾ ഇവിടെ നിന്ന് നേരെ വീട്ടിൽ പോവാണ് ചെയ്തത് പിന്നെ വേറെ പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല നേരെ വീട്ടിൽ പോയി നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അതുകൊണ്ട് നേരെ വീട്ടിൽ പോയിട്ട് അങ്ങനെ കിടന്നു അപ്പോൾ പിന്നെ വേറെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെ അപ്പോൾ നമ്മളെടുത്ത സ്റ്റോക്കൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം പിന്നെ നമ്മൾ ടാലിയിലിടും അപ്പം എല്ലാവരും കാണുക നമ്മുടെ ന്യൂ സ്റ്റോക്കുകൾ പിന്നെ അരഞ്ഞാണൊക്കെ പുതിയതായിട്ട് ഇറക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ ടാറ്റാ